ഓഫ് ജീപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 2003 മോഡൽ മിലിറ്ററി ഓപ്ഷൻ ജിപ്സിയാണ്. ഇതൊരു Mpfi വാഹനമാണ്. 1.3 ലിറ്റർ വാഹനമാണ്. ഇത് റാലിക്ക് വേണ്ടി ഫുൾ സ്പെക്കിൽ ബിൽഡ് ചെയ്തൊരു വാഹനമാണ്. നമുക്ക് വാഹനത്തിനെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ മോഡലിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഇതൊരു 2003 മോഡൽ 1.3 Mpfi മിലിറ്ററി ഓപ്ഷൻ വണ്ടിയാണ്. ഈ വണ്ടി പൂർണ്ണമായും റാലി സ്പെക്കിൽ ബിൽഡ് ചെയ്ത വണ്ടിയാണ്. വണ്ടിയുടെ ഫ്രണ്ട് വ്യൂവിൽ ആദ്യം തന്നെ നമ്മുടെ കണ്ണിലുടക്കുക ഇതിൻ്റെ വിഞ്ചാണ്. മൈൽ മാർക്കറിൻ്റെ ഒരു 8000 LBS വിഞ്ചാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വിഞ്ചിൻ്റെ പ്രവർത്തനവും മറ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നതിനാൽ ഈ വീഡിയോയിൽ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഇനി അഥവാ ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കായി ആ വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. നമ്പർ പ്ലേറ്റ് വിഞ്ചിൻ്റെ ഇടതുഭാഗത്തായി ഘടിപ്പിച്ചിരിക്കുന്നു. മുൻപിൽ വിൻഷീൽഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഓരോ LED ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഈ ലൈറ്റ് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡിൽ എയർ ഇൻടേക്ക് കൂട്ടുവാനായി ഒരു സ്നോർക്കലും ഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ലിംബ് റൈസറും ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന സ്റ്റീൽ റോപ്പിനെയാണ് ലിംബ് റൈസർ എന്ന് വിളിക്കുന്നത്. ഇത് ഓഫ് റോഡിങ്ങിൽ മരത്തിൻ്റെ ചില്ലകൾ പോലെയുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. കോ ഡ്രൈവർ സൈഡിൽ വിൻഷീൽഡിന് മുകളിലായി ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആക്സൽ 57 ഇഞ്ച് ഓപ്പൺ നെക്കിൾ ടൈപ്പാണ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ലീവ് സെറ്റിൻ്റെ പർച്ച്, ലീവ് സെറ്റ് എന്നിവയെല്ലാം ജീപ്പിലേത് തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇന്നോവയുടെ റിയർ ഷോക്കും ബാക്കിൽ സൈലോയുടെ റിയർ ഷോക്കുമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ബാലൻസ് റാഡും ഒരു ഹുക്കും കൊടുത്തിരിക്കുന്നു. ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മാക്സിസിൻ്റെ 31 ഇഞ്ച് മട്ടറൻ ടയറുകളും നൽകിയിരിക്കുന്നു. ഇരുവശങ്ങളിലും വീലുകൾക്ക് മുകളിലായി ബ്ലാക്ക് മെറ്റൽ ഫെൻഡർ ഫ്ലെയർസ് നൽകിയിരിക്കുന്നു. ഒരു 6 പോയിൻ്റ് റോൾ ഗേജാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ റോൾ ഗേജ് ചേസുമായി ഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ കാണാം. ഇതൊരു 1.3 ലിറ്റർ Mpfi 16 വാൽവ് എൻജിനാണ്. ഇതിൻ്റെ മാനിഫോൾഡും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. മാനിഫോൾഡിന് താഴത്തായിട്ടാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ പൊസിഷൻ. ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. ഈ എയർ ഫിൽറ്ററിൽ നിന്നാണ് സ്നോർക്കറിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. ഈ വണ്ടി ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ ബൂസ്റ്ററും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ കാണാം. പവർ സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിനുള്ളത്. പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പും കാര്യങ്ങളും എല്ലാം ഇപ്പം നിങ്ങൾക്ക് കാണാം. കോയോ എന്ന ജപ്പാനീസ് ബ്രാൻഡിൻ്റെ പവർ സ്റ്റിയറിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പവർ സ്റ്റിയറിംഗ് ബോക്സ്. പിന്നെ ഇതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ടാങ്ക്. ഇടതുവശത്തായി റേഡിയേറ്ററിൻ്റെ റിസർവ് ടാങ്ക് കാണാം. അലുമിനിയം റേഡിയേറ്ററാണ് ഇതിലുള്ളത്. മാരുതിയുടെ തനത് ശൈലിയിലുള്ള 5+1 ഗിയർ സിസ്റ്റമാണ് ഇതിലുള്ളത്. സെൻട്രൽ കൺസോളിൽ മെയിൻ ഗിയറിന് താഴത്തായി 4 വീൽ ഡ്രൈവിൻ്റെ ഗിയർ കൊടുത്തിരിക്കുന്നു. ഈ ഇൻസൈഡ് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് പാറ്റേൺ. ഇപ്പോൾ വണ്ടി 2 വീൽ ഡ്രൈവിലാണുള്ളത്. നേരെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് 4H എന്ന പൊസിഷനിൽ എൻഗേജ് ആവും. 4H എന്ന പൊസിഷനിൽ നിന്ന് സ്ലൈറ്റ് റൈറ്റിലേക്ക് വന്ന് എക്സ്ട്രീം ടോപ്പിലാണ് ഇതിൻ്റെ 4L എന്ന പൊസിഷൻ. 4Lന് തൊട്ട് മുമ്പിലായി ഒരു ന്യൂട്രൽ പൊസിഷനുമുണ്ട്. ഒരിക്കൽ കൂടി നമുക്കിതിൻ്റെ ഷിഫ്റ്റിംഗ് പാറ്റേൺ കാണാം. നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓൺ റോഡ് ആൻഡ് ഓഫ് റോഡ് ടെസ്റ്റ് ഡ്രൈവ് നടത്താം.